മുഹറം 9, 10 ഈ ദിവസങ്ങളിൽ നോമ്പ് നോൽക്കൽ വളരെ പ്രാധാന്യമുള്ളതാണ്. നോമ്പ് നോൽക്കൽ സുന്നത്താണ്. മുഹറം 9 താസുആ, മുഹറം 10 ആശുറ. ഈ ദിവസങ്ങളിൽ ഒരുപാട് ചരിത്ര സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഏതായാലും പൂർവികരായ പണ്ഡിതന്മാർ നമുക്ക് മുന്നിൽ കാണിച്ചു തന്നിട്ടുള്ളത് മുഹറം 9 അന്ന് നോമ്പ് നോൽക്കലും 10 അന്ന് നോമ്പ് നോൽക്കലും സുന്നത്താണ്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും, മുഹറം 10 അന്ന് നോമ്പ് നോറ്റാൽ യുക്കഫിറു അസ്സനത്തൽ മാളിയ, കഴിഞ്ഞ ഒരു വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ ഈ മുഹറം 10 ഒരു നോമ്പ് നിമിത്തമായിട്ട്, ആ ഒരു നോമ്പ് കാരണത്തിലൂടെ, ആ ഒരു നോമ്പിലൂടെ കഴിഞ്ഞൊരു വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ കാരണമാകുമെന്ന് മുസ്ലിം റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് ആസ്പദമാക്കി ഷാഫി മദ്ഹബിലെ ഒട്ടുമിക്ക പണ്ഡിതന്മാരും പറഞ്ഞത് കാണാൻ കഴിയും. മുഹറം 9, 10 നോമ്പ് നോൽക്കൽ സുന്നത്താണ്. മുഹറം 9 അന്നും നോമ്പ് നോൽക്കൽ സുന്നത്താണ്. കാരണം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ എത്തിയപ്പോ ജൂതരായ ആളുകൾ നോമ്പ് നോൽക്കുകയാണ് 10 അന്ന്. ഇത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ലഇൻ ബഖീതു ഇലാ ഖാബിലിൻ ലഅസൂമന്ന താസിഅ, അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ 9 അന്ന് എന്തായാലും നോമ്പ് നോൽക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഈ ഹദീസ് ആസ്പദമാക്കിയിട്ട് ഷാഫി മദ്ഹബിലെ പണ്ഡിതന്മാർ പറയുന്നത് 9 നോമ്പ് നോൽക്കൽ സുന്നത്താണ്.